ഹായ്. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന എനിക്കൊരു റേസ് ആയിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരി കാണുന്നത് ചെന്നൈയിൽ നിന്നാണ്. എന്നിപ്പോൾ ചെന്നൈയിലായിരുന്നു. സോ ഇവിടുത്തെ ആദ്യത്തെ ഷോ ഓപ്പൺ ആയിരുന്നത്, ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിരുന്നത് 11:50 മാളിലാണ് ബുക്ക് ചെയ്തത്. VR മാളിൽ PVR സ്ക്രീനെ പറ്റി പിന്നീട് പറയാം, അത് വലിയ കഥയാണ്. സോ അതിന് ശേഷമാണ് ഇവിടെ അടുത്തുള്ള തിയേറ്ററിൽ 9 മണി ഷോ. അതുകൊണ്ട് 9 മണി മിസ്സായി. അത് മാത്രമല്ല വർക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ തീർത്തിട്ട് ആൾ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് ടൈമാണ്. സോ രാവിലെ പോയി ചാടി കുളിച്ച് ധാരാട്ടനെ കാണണം, ഡയറക്ഷൻ എല്ലാം കാണുമ്പോൾ അവിടെ പോയി ഇല്ലേ. போகும்போது ரொம்ப ஹரிபரியாக அப்படி போயிட்டாங்க. கொஞ்சம் சென்னைனா கொஞ்சம் தெரியும், டிராஃபிக் எல்லாம் இருக்கு. எப்படியோ டைமுக்கு ரீச் ஆகிட்டு ஒரு 5 மினிட்ஸ்க்கு முன்னாடியே ரீச் ஆகிட்டோம். ரொம்ப ரொம்ப நாள் வெயிட் பண்ணி அப்படி இந்த மூவி போயாச்சு. எனக்கு வந்து இதுதான் ஃபஸ்ட் டைம் லாலேட்டாவோட மூவி வந்து தேட்டரில் பார்த்தது. இதுக்கு முன்னாடி பார்த்துருக்கு, பட் அது வந்து ஜில்லா மூவி. ஜில்லாவில் தளபதி ப்ளஸ் லாலேட்டா 2 பேரும் இருக்கனால தனியாக இவரது மட்டும் நான் பார்த்தது கிடையாது. ஸோ இதுதான் ஃபஸ்ட் டே ஃபஸ்ட் ஷோ. ஸோ அவரை பார்க்கணுன்றதுக்காக அந்த ஒரு நான் ரொம்ப பிடிச்ச ஒரு ஆள். ஸோ அதனால் பார்க்கணுன்றதுக்காக போயாச்சு. പോയി PVRലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താ, ചെറിയ സ്ക്രീൻ. அந்த ஸ்க்ரீனை பார்த்த உடனே நீ வந்து எக்ஸைட்டாக அவ்வளோதான் முடிஞ்சு போச்சு. ஏன்னா இங்கே சென்னையில் வந்துட்டு ஒரு சில தேட்டர்ஸில் தான் வந்துட்டு மலையாள மூவிஸ் எல்லாம் ரிலீஸ் ஆகும். ஸோ இந்த மாதிரி ஸ்டாரோட மூவிஸ் எல்லாம் நிறைய மோஸ்ட்லி மால்ட்ட அந்த மாதிரி நிறைய தேட்டர்ஸில் ரிலீஸ் ஆகுது. ஸோ இது தமிழ்லையுமே ரிலீஸ் பண்ணியிருக்கனால நிறைய தேட்டரில் ரிலீஸ் ஆகிருக்கு. பட் இருந்தாலும் லாஸ்ட் டைம் வந்து மார்க்கு கூட்டிகிட்டு போனேன். அது வந்து ஒரு ரொம்ப குட்டி ஸ்க்ரீனு. அதுவுமே வந்து இவனுக்கு ഇഷ്ടം இல்லை. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഏരീസ് പെക്സിക് ട്രിവാൻഡ്രം പോയി. அதிலிருந்து ட்ரிவாண்ட்ரம் போகிறானான் தான். ட்ரிவாண்ட்ரம் மிஸ் பண்ணுறேன், அந்த ஸ்க்ரீனை மிஸ் பண்ணுறேன், இப்படியே தான் சொல்லிட்டு. ആസ് എ സിനി ടൈൽ എപ്പോഴുമേ നമുക്ക് ഉണ്ട്. എനിക്ക് എപ്പോഴും നല്ലൊരു സിനിമ വരുമ്പോൾ നല്ല തിയേറ്ററിൽ കാണുക, നമ്മൾ കൊടുക്കുന്ന കാശ് നല്ല കറക്റ്റ് தான் சொல்கிறது. ഇവിടെ വന്നപ്പോഴേ എനിക്ക് എന്തായിരുന്നു, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളാണ് തിയേറ്ററിൽ നടന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് എമ്പുരാൻ എപ്പോഴും വന്ന വലിയ സ്ക്രീനിൽ കാണും. കാരണം അത് നമ്മൾ അനോമോഫിക് റെസൊല്യൂഷനിലാണ് അത് വരുന്നത്. സോ അതുകൊണ്ട് വലിയ സ്ക്രീനായിരിക്കണം. സൗണ്ട് ക്വാളിറ്റി എത്ര ഗ്രാൻഡായിട്ട് വരുന്ന ഒരു പടമല്ലേ. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇത്രയും വലിയ ബഡ്ജറ്റ് വരുന്ന പടം അത്രയും നല്ല തിയേറ്ററിൽ കാണുമെന്ന് ആഗ്രഹിച്ച് പോയാണ്. പക്ഷേ പോയി ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ നമ്മൾ പടം കാണുമ്പോൾ, അത് പോയി മിസ് ചെയ്യുന്നുണ്ട്. ഏരീസ് ഫ്ലെക്സ് അതൊരു തിയേറ്ററാണ്. ഓഡിയോ പടം തുടങ്ങി ഫുള്ള് കേരള ഓഡിയൻസ് ലൈക്കായിരുന്നു. ഫുള്ള് பார்த்தா ഫുൾ ആൻഡ് ഫുൾ മൺബുസ്റ്റർ നാവൻ. അറിയാലോ, ലാലേട്ടൻ്റെ സിനിമയാണ് നമ്മൾ തകർക്കിയിട്ടുണ്ട്. എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഞാൻ പറയും. നാനും சொல்லலை. ഓക്കെ, സ്പോയിലേഴ്സ് ഒന്നുമില്ല, ക്യാഷ്വൽ സിനിമയാണ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് വൈസ് പ്രൊഡക്ടേഴ്സും അൾട്ടിമേറ്റായിട്ട് ചെയ്യാൻ ഇല്ലേ. മലയാള സിനിമയാണ് കാശ് മുടക്കി വരുമ്പോഴതിനായിട്ടുള്ള ഒരു ഗ്രാൻഡായിട്ട് സംഭവം ഉണ്ട്, പഠിക്കലുണ്ട്. DOP നോൺസ് എന്നിവ. ഞാൻ എപ്പോഴെങ്കിലും സിനിമ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രിഫറിൽ വെച്ചിരിക്കുന്ന ഒരു ക്യാമറമാനാണ് ശ്രീജിത്ത് വാസുദേവ്. പുള്ളിയുടെ ഒരു വിഷ്വൽ ഡെത്ത് എന്ന് പറയുന്ന അന്യായവും ആ ഡയറക്റ്റ് ചെയ്തിരുന്ന മോഹൻദാസ് എന്ന് പറയുന്ന ഹസ്ബറി പിന്നീട് 2018 പിന്നെ കോശിക ചെയ്ത ഇതിൻ്റെ ആ ഡയറക്ഷനൊക്കെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അതിലുമേ സൂപ്പർ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ലൂസിഫറിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് ക്വാളിറ്റി എമ്പുരാനിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ ഉണ്ടാവുന്ന ഒരു ലിസ്റ്റേഷനുണ്ട്. നമ്മൾ അതിൻ്റെ ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതെനിക്ക് എമ്പുരാനിൽ കിട്ടിയിട്ടില്ല. എനിക്ക് ഫീലായ കാര്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പോസിബിൾ നമ്മൾ ആ ബാരികാർഡൊക്കെ ഇങ്ങനെ ഒന്നുമില്ല. സ്റ്റാർട്ടിങ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിട്ട് പുള്ളി നടന്നു വന്ന് ബാരിക്കേഡ് ഇങ്ങനെ ഇതാവുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും നമുക്ക്.
നമുക്കൊരു ട്രാവലിംഗ് റഷ് ഉണ്ടാവും. അതൊന്നും എനിക്ക് ഇതിൽ ഫീൽ ചെയ്തില്ല. സീൻ വൈസ് അത് ഭയങ്കര ഗ്രാൻഡായിരുന്നു. ഇവരെന്താണ് ഗ്രാൻഡായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിൽ നമുക്ക് അതങ്ങനെ പറയേണ്ട കാര്യമില്ല. ടോപ്പ് നോട്ട്സ് ചെയ്തിട്ടുണ്ട് പടം. ആ പരിപാടികളൊക്കെ ടോപ്പ് നോട്ട്സ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയിൽ എനിക്കത് നമുക്ക് ആ സീൻ ലിഫ്റ്റായതും നമുക്കൊരു ഡൗട്ട് ഉണ്ട്. காஸ்டிங் அப்படி ஒரு ஸ்டோரி போயிட்டுருக்கோம். அது ஃபுல் அண்ட் ஃபுல் ஹிந்தி தான். எல்லாரும் ஹிந்திலே அப்படி பேசிகிட்டே இருக்கோம். ஸோ அதில் வந்துட்டு கீழே கேப்ஷன் வந்துட்டு என்ன தெரியும் മലയാളത്തിൽ மலையாளத்தில் போட்டேன். சரி அவருக்கு அந்த சப்டைட்டில் வந்து அந்த மலையாளத்தில் கொடுத்தனால எனக்கு மலையாளம் படிக்க தெரியாது. ஸோ என்ன மாதிரி நிறைய ஆடியன்ஸ் வந்துட்டு தமிழ் ஆடியன்ஸ் வந்திருக்கோம். நீங்கள் கேட்கலாம் தமிழ்லையும் ரிலீஸ் ஆகிருக்கு, தமிழில் போய் பார்க்கலாம் அப்படி சொல்லிட்டு. பட் அந்தந்த மூவி அந்தந்த லாங்குவேஜில் பார்த்தா தான் என்னோட அது ஒரு இது கரெக்டாகும். அந்தந்த மூவி அந்தந்த லாங்குவேஜில் பார்த்தா தான் கொஞ்சம் நல்லாவே இருக்கும். ஸோ அதனால அது மட்டும் கொஞ்சம் இங்கிலீஷில் சப்டைட்டில். அது കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. மற்ற டைலாக்ஸ் மலையாளத்தில் பேசுகிற எல்லா டைலாக்ஸுக்குமே வந்து சப்டைட்டில் இங்கிலீஷில் தான் இருக்குது. பட் அந்த ஹிந்தியில் பேசுகிறதுக்கு மட்டும் மலையாளத்தில் நான் அது மட்டும் கொஞ்சம் ஏன்னா எனக்கு எதுவுமே புரியலை. மலையாளமே ஃபாஸ்ட்டாக பேசினா புரியாது. ஸோ மலையாளம் கூட அந்த சப்டைட்டில் வச்சு நான் പുരിഞ്ചിക്കിட்டேன். ഹിന്ദി சுத்தம் ഞാൻ പറഞ്ഞു കൊടുത്തു സംഭവം എന്താ. പക്ഷേ അതൊന്നും അവർ അടുത്ത പാർട്ടിൽ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ സംഭവമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറേ ഈ ക്യാമറ പരിപാടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ചുമ്മാ പോയി പടം കാണുക. നമ്മൾ ഇഷ്ടപ്പെടും. എല്ലാ സിനിമ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ. நிறைய ஆக்டர்ஸ் ഒരുപാട് நிறைய ஆக்டர்ஸ் ആൾക്കാരുണ്ട്. நிறைய நான் வந்து இது மலையாளம் மூவி இது கொஞ்சம் ஃபஸ்ட் டைம் பார்த்துட்டானே தேட்டரில் போய் தேட்டர் எக்ஸ்பீரியன்ஸ்னு வச்சுக்கோங்க. ஸோ இதில் வந்து நிறைய நியூ ஃபேஸஸ் எனக்கு தெரிஞ்ச மாதிரி கொஞ்ச നാൾ ഇപ്പോഴാണ് മലയാള സിനിമ കുറച്ച് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ എനിക്കും ഇപ്പോൾ അതിനകത്ത് കുറേ പുതിയ ഫേസസ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് എല്ലാം ചില ആൾക്കാർ അറിയാം. നമ്മൾ സീരീസ് കാണുന്നുണ്ട്, സീരീസും ന്യൂസ് കാണുന്നുണ്ട്, നമുക്കത് അറിയാം. സോ വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതെല്ലാവരും പുതുതായിരിക്കും. പക്ഷെ എങ്കിലും പടം അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്റ്റേഷൻ വേണ്ട ഒരു പടം കണ്ടു കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടും. മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും മുതൽ മുടക്കി വന്നൊരു പടം അത് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ തമിഴോടൊക്കെ നമ്മളെ നാട്ടിൽ വരുമ്പോൾ വൈറ്റ് ഹീസ് കൊടുക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ എമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. സത്യമായിട്ടും മുമ്പ് ഉണ്ടായിരുന്ന ഒരു പല പടങ്ങൾ റിലീസാകുമ്പോഴുണ്ടായിരുന്നു ഇതിനെപ്പറ്റി തിയേറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. எம்புரான் அந்த சாங் இருக்கு எம்புரானே, அந்த சாங் வந்து நல்ல ஒரு இன்ஸ்பிரன்ஸாக இருந்துச்சு. அந்த தேட்டரில் வந்து அந்த சவுண்ட் எஃபெக்ட் நல்லா இருந்தது. ஸோ அதில் அந்த சாங்கு அந்த அவரோட வாய்ஸு செம்மையாக இருந்தது. எனக்கு ரொம்ப பிடிச்சிருந்தது. குழந்தை வாய்ஸு அந்த எம்புரானேன்றது அது பாடியிருக்கிற பிருத்திராஜ் அனந்ததான். அது அவங்களோட வாய்ஸுமே ரொம்ப ரொம்ப நல்ல க்யூட்டாக இருந்துச்சு. அந்த தேட்டரில் அது கேட்கும் போது அந்த எக்ஸ்பீரியன்ஸ் செம்மையாக இருந்துச்சு. இதில் ஃபைட் சீக்வன்ஸிங் ഉണ്ടായിരുന്നു. ஃபைட் சீக்வன்ஸ் எல்லாம் வேற லெவலு. லாலேட்டாவோட என்ட்ரி வந்து எனக்கு லூசிஃபரில் எப்படி இருந்துச்சுன்னா அந்த ஷர்ட்டு முண்டு போட்டு அப்படி ஒரு வாக்கு வேற லெவல். ஆனால் இதில் வந்து அப்படி டோட்டலாக காஸ்டியூமர் தான் வேறு சேஞ்ச் வச்சு அப்படி ஒரு என்ட்ரி கொடுத்தாரு. இதுலேயுமே அடிப்பொலி. பட் இதுலேயுமே ஷர்ட் முண்டு போட்டு ஒரு சீன் எல்லாம் வரும். ஒன்றுண்டு தியேட்டரில் என்ன காணும். எஸ் பிருத்விராஜும் லாலேட்டாவும் ஒரு ஸ்க்ரீனில் அப்படி ஒன்றா வரும். அது வந்து அப்படி எனக்கு அந்த ஒரு ஃபைட் சீக்வன்ஸ் சொன்னாங்க அதெல்லாம் அப்படியே எனக்கு வந்து ஜில்லா தான் அப்படி மைண்டுக்கு வந்தது. ஜில்லா தான் வேற லெவலு. அது வந்து உண்மையானவே ஒரு அது ரொம்ப ரசித்து பார்த்தேன். அந்த ஃபைட் சீனெல்லாம் വേറെ ഇന്നത്തെ ഇരുந்துச்சு. തേർഡ് പാർട്ട് വരുന്നുണ്ട്. അതിനുള്ള ക്രൂഷ്യൽ കാര്യങ്ങളെല്ലാം പെടുത്തുന്നുണ്ട്. നമ്മൾ ലൂസിഫറിൽ കണ്ട പോലെ ലാസ്റ്റ് ഒരു സോങ് ആയിട്ടുണ്ട്. അതിൻ്റെ അതിനുള്ള ഹിൻസ് ഉണ്ട്. കാണിക വേറൊരു വിഷമമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ വിക്രം സാറിൻ്റെ മൂവി ഇന്ന് റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്യൂസ് കാരണം വൈകിട്ടാണ് റിലീസായിരിക്കുന്നത്.
എല്ലാവരും അതും കാണുക. അതിപ്പോൾ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമയും തന്നെയാണ്. അപ്പോൾ ഞാൻ ആളും എല്ലാ ലാംഗ്വേജിലും കാണുന്നതാണ്. എല്ലാ സിനിമയും കാണുക. അപ്പോൾ എന്താണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാൻ ശ്രമിക്കുക. പൈറസി കാണരുത് ഡെയിലി. അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിങ് എല്ലാം നമ്മൾ കാണാണ്ട് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാണ്ട് പടം പോയി കണ്ടാണ് പടം ഇഷ്ടപ്പെടും. അത് ഏത് പടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെക്കരുത് ചെയ്ത പടത്തിന്. എക്സ്പെക്റ്റേഷനാണ് ചില സിനിമകളെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പടം കാണുക, ഇഷ്ടപ്പെടുക. തിയേറ്ററിൽ പോയി പാരുங்க. ആയി ഇതാ